യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 31-ാമത് വാക്യം. അവൻ വ്യാജത്തിൽ ആശ്രയിക്കരുത്, അത് സ്വയവഞ്ചനയത്രേ, അവൻ്റെ പ്രതിഫലം വ്യാജം തന്നെ ആയിരിക്കും എന്ന വചനമാണ്. ഈ വാക്യം ഓർപ്പിക്കുന്നത് നാം എന്തു വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യുന്നവരായി തീരുമെന്ന് ഓർത്തുവെക്കണം എന്നുള്ളതാണ്. വ്യാജമായതിനെ, വഞ്ചനാപരമായതിനെ നാം വിതയ്ക്കുന്നു എങ്കിൽ നാം കൊയ്തെടുക്കുന്നത് വ്യാജമായതിനെ ആയിരിക്കും എന്നുള്ളതായ പ്രസ്താവനയാണ്. നാം ഒരു വൃക്ഷം നടുന്നു എങ്കിൽ നട്ട വൃക്ഷമെന്തോ അതിൻ്റെ ഫലമായിരിക്കും ആ വൃക്ഷം നമുക്ക് നൽകുന്നത് എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 7-8 വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്നുള്ള ചിന്ത രേഖപ്പെടുത്തുകയാണ്. ജഡത്തിൽ നിന്ന് തിന്മയും അനീതിയും വ്യാജവുമാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ നാം കൊയ്തെടുക്കുന്നത് നാശമായിരിക്കും എന്നോർപ്പിക്കുകയാണ്. എന്നാൽ ആത്മാവിൽ നിന്ന് നന്മയും അനുഗ്രഹങ്ങളും സന്തോഷവും നാം വിതയ്ക്കുന്നവരാകുന്നു എങ്കിൽ അതേ നിലകളിൽ നിത്യജീവനെ കൊയ്യുന്നവരായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇയ്യോബിന്റെ പുസ്തകത്തിലും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാം വിതയ്ക്കുന്നതെന്തോ അതിൻ്റെ പ്രതിഫലനമായിരിക്കും നമുക്ക് കിട്ടുന്നതെന്നോർത്തുകൊണ്ട് നാം വിതയ്ക്കണമെന്ന് ഭക്തൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ജഡത്തിൽ ആശ്രയിച്ച് നന്മയ്ക്കു വേണ്ടി, ശ്രേഷ്ഠതയ്ക്കു വേണ്ടി, ഉയർച്ചയ്ക്കു വേണ്ടിയൊക്കെ പലതും നാം വിതയ്ക്കുന്നവരാണ്. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കൊയ്തെടുക്കുവാൻ കഴിയാതെ പോകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിൻ്റെ തിരുഹിതത്തിനു വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ നന്മയും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഒക്കെ നാം വിതയ്ക്കുന്നവരായിത്തീരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരും നിത്യജീവന്റെ
അവകാശികളുമായി നാം തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം തിന്മയെ വിതയ്ക്കുന്നവരും തിന്മയെ കൊയ്യുന്നവരുമായിട്ടല്ല, നന്മ വിതയ്ക്കുന്നവരും നന്മ കൊയ്യുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഞങ്ങൾ വ്യാജത്തെ വിതച്ചിട്ട് വ്യാജമായതിനെ കൊയ്യുന്നവരായി തീരാതെ ഞങ്ങൾ സത്യത്തെ വിതച്ചിട്ട് സത്യത്തെ കൊയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.